എവരിവൺ, വെൽക്കം ബാക്ക് ടു ടൂസ് അക്കാഡമി. മറ്റു വർഷങ്ങളെ പോലെയല്ല ഇത്തവണ മുതൽ കേട്ടറ്റ് എക്സാമുകൾക്ക് പ്രാധാന്യം കൂടി വരികയാണ്. കാരണം സർവീസിലുള്ള ടീച്ചേഴ്സിനും അതുപോലെ തന്നെ ഇനി ടീച്ചിങ് ജോലിക്കായിട്ട് ശ്രമിക്കുന്ന അധ്യാപകർക്കും കേട്ടറ്റ് എന്ന് പറയുന്നത് നിർബന്ധമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റു വർഷങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഇത്തവണ കേട്ടറ്റ് എക്സാമിന് ഏറെ പ്രാധാന്യമുണ്ട്. നിങ്ങൾ എല്ലാവരും തന്നെ ആത്മാർത്ഥമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഇത്തവണ എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ ഈ ഒരു സെഷനിൽ ടൂസ് അക്കാഡമി നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള എക്സാമുകളിൽ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസ് മാത്രവുമല്ല, ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും അതുപോലെ തന്നെ അതിലെ ഓരോ ഓപ്ഷൻസും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ആദ്യാവസാനം വരെ കാണുക. അതുപോലെ തന്നെ ഈ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ള ഏരിയാസ് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഇനിയാണെങ്കിൽ പോലും നിങ്ങൾ പഠനത്തിനോ ഈ ഒരു ടോപ്പിക്കുകൾ കൂടി ഉൾപ്പെടുത്തി പഠിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ക്ലാസ്സുകളിലേക്ക് പോയാലോ? അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജോഗ്രഫിയുടെ പോർഷനിൽ നിന്നുമാണ്. വളരെ റെയറായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ കുറച്ചെങ്കിലും നിങ്ങളൊന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാകും. അപ്പോൾ ഇനി ഉള്ള എക്സാമുകൾക്ക് നമുക്ക് ഇത്തരത്തിലുള്ള ഏരിയാസ് പ്രതീക്ഷിക്കാവുന്നതാണ്. കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി അഥവാ വൻകര വിസ്ഥാപന സിദ്ധാന്ത പ്രകാരം പ്രാചീന വൻകരയായ ഗോണ്ടവാനാലൻഡിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ തന്നിട്ടുള്ളതിൽ തെക്കേ അമേരിക്ക, ആഫ്രിക്ക, ഓസ്ട്രേലിയ, ഇന്ത്യൻ ഉപദ്വീപ്, അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക, അതുപോലെ തന്നെ ആഫ്രിക്ക, യുറേഷ്യ, ഓസ്ട്രേലിയ, നോർത്ത് അമേരിക്ക, ആഫ്രിക്ക, ഇന്ത്യൻ പെനിൻസുല, യുറേഷ്യ, സൗത്ത് ആഫ്രിക്ക, യുറേഷ്യ, ഇന്ത്യൻ പെനിൻസുല, ഓസ്ട്രേലിയ. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. കാരണം ഇനിയും എക്സാമിന് നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യേണ്ടതാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ജോഗ്രഫിയുടെ പോർഷൻസ് പഠിക്കുമ്പോൾ നിങ്ങളുടെ പഠനത്തിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാനമായിട്ടുള്ള ഏരിയാസിൽ ഒന്നാണ് ജോഗ്രഫിക്കൽ ഡ്രിഫ്റ്റ് തിയറീസ് അല്ലെങ്കിൽ വൻകര വിസ്ഥാപന സിദ്ധാന്തം എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാമിന് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇനി വരുന്ന എക്സാമിന് നമുക്ക് ഈ ഒരു ഏരിയ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി അല്ലെങ്കിൽ വൻകര വിസ്ഥാപന സിദ്ധാന്തത്തെക്കുറിച്ച് പറയുമ്പോൾ ജർമ്മൻ കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായിട്ടുള്ള ആൽഫ്രഡ് വെഗ്നർ ആണ് ഈ വൻകര വിസ്ഥാപന സിദ്ധാന്തം 1912 ആദ്യമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ 3 പോയിന്റ്സ് ആണ് അറിഞ്ഞിരിക്കേണ്ടത്. കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി അവതരിപ്പിച്ചിട്ടുള്ളത് ആൽഫ്രഡ് വെഗ്നർ ആണ്. അദ്ദേഹം ഒരു കാലാവസ്ഥാ ശാസ്ത്രജ്ഞനാണ്. 1912 ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ വൻകര വിസ്ഥാപന സിദ്ധാന്തം എന്ന് പറയുമ്പോൾ വൻകരകളെയും അതുപോലെ തന്നെ സമുദ്രങ്ങളുടെയും വിതരണത്തെക്കുറിച്ചിട്ടുള്ള സിദ്ധാന്തമാണിത്. അപ്പോൾ വെഗ്നറുടെ ഈ ഒരു സിദ്ധാന്ത പ്രകാരം പറയുന്നത് ഇന്ന് നമ്മൾ കാണുന്ന വൻകരകളെല്ലാം ഒരു കാലത്ത് ഒന്നു ചേർന്നാണ് സ്ഥിതി ചെയ്തിട്ടുള്ളത്. അതിനു ചുറ്റും ഒരു ബൃഹത് സമുദ്രം നിലനിന്നിരുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ബൃഹത് വൻകരയ്ക്ക്, അതായത് വലിയ വൻകരയ്ക്ക് അദ്ദേഹം പാൻജിയ എന്നാണ്, അതായത് പാൻജിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ ഭൂമി എന്നാണ് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ ബൃഹത് സമുദ്രത്തിന്, അതായത് ഈ ഒരു വലിയ സമുദ്രത്തിന് അദ്ദേഹം പന്തലാസ അഥവാ മുഴുവൻ സമുദ്രം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പോൾ വെഗ്നറുടെ ഈ ഒരു സിദ്ധാന്ത പ്രകാരം പറയുന്നത് നമ്മളിപ്പോൾ പല ഭാഗങ്ങളിലായിട്ടുള്ള വൻകരകളെല്ലാം ഒരു കാലത്ത് ഒന്നു ചേർന്ന് സ്ഥിതി ചെയ്യുകയും അതിനു ചുറ്റും വലിയൊരു സമുദ്രം നിലനിന്നു എന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് ഈ വൻകരയ്ക്ക് അല്ലെങ്കിൽ മുഴുവൻ ഭൂമിക്ക് പാൻജിയ എന്നും അതുപോലെ തന്നെ ഈ മുഴുവൻ സമുദ്രത്തിനെ അദ്ദേഹം പന്തലാസ എന്ന പേരുമാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം ഏകദേശം 200 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പാൻജിയ കുറുകെ പിളർന്നു മാറാൻ തുടങ്ങുകയും ഇതിന്റെ വടക്ക് ഭാഗം ലൗറേഷ്യ എന്നും തെക്ക് ഭാഗമാണ് ഗോണ്ടനാലാൻഡ് എന്ന പേരിലും അറിയപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഗോണ്ടനാലാൻഡിനെ കുറിച്ചിട്ടാണ് അറിയേണ്ടത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ?
ഇവ വീണ്ടും പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയും നമ്മൾ ഇന്ന് ഈ കാണുന്ന വൻകരകൾ അല്ലെങ്കിൽ കോണ്ടിനെന്റ്സ് ആയിട്ട് പരിണമിക്കുകയും ചെയ്തു. ഇതില് ലൗറേഷ്യ നിന്നും പിളർന്നു മാറിയിട്ടുള്ള വൻകരാഭാഗങ്ങളാണ്, ശ്രദ്ധിക്കണേ, ആർട്ടിക് പ്രദേശം, അതുപോലെ തന്നെ വടക്കേ അമേരിക്ക, യുറേഷ്യ, ഗ്രീൻലാൻഡ്. അപ്പൊ ഇത്തവണ വേണമെങ്കിൽ ഈ ലൗറേഷ്യയിൽ നിന്നും സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള വൻകരാഭാഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക് പ്രദേശം, വടക്കേ അമേരിക്ക, യുറേഷ്യ, ഗ്രീൻലാൻഡ്. ഇത് മറക്കാതെ പഠിച്ചു പോവുക. അതുപോലെ തന്നെ ഗോണ്ടവാന ലാൻഡിൽ നിന്നും പിളർന്നു മാറിയ വൻകരാഭാഗങ്ങളാണ് തെക്കേ അമേരിക്ക, അതുപോലെ തന്നെ ആഫ്രിക്ക, ഇന്ത്യൻ ഉപഭൂഖണ്ഡം, അതുപോലെ തന്നെ ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ പറഞ്ഞിട്ടുള്ള വലിയ ആ ഒരു ബൃഹത് ഭൂമി സ്പ്ലിറ്റ് ചെയ്ത് ലൗറേഷ്യയും അതേപോലെ തന്നെ ഗോണ്ടവാന ലാൻഡായിട്ട് മാറുകയും അതിൽ ലൗറേഷ്യ വീണ്ടും പലതായിട്ട് പിളർന്നിട്ടാണ് ആർട്ടിക് പ്രദേശം, വടക്കേ അമേരിക്ക, യുറേഷ്യ, ഗ്രീൻലാൻഡ് തുടങ്ങിയിട്ടുള്ള വൻകരാഭാഗങ്ങളായി മാറിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഗോണ്ടവാന ലാൻഡിൽ നിന്നും പിളർന്നു മാറിയിട്ടുള്ള വൻകരാഭാഗങ്ങളാണ് തെക്കേ അമേരിക്ക, ആഫ്രിക്ക, ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ഓസ്ട്രേലിയ, അന്റാർട്ടിക് പ്രദേശം. അപ്പം എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വളരെ ട്രെൻഡിങ്ങും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഒരു ദിവസത്തെ കൂടിയ താപനില, അതായത് മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തുകയും അതുപോലെ തന്നെ ദൈനിക ശരാശരി ഊഷ്മാവ് അഥവാ ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 20 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് കണക്കാക്കുകയും ചെയ്താൽ ആ ദിവസത്തെ ഏറ്റവും കുറഞ്ഞ താപനില എത്ര, അല്ലെങ്കിൽ മിനിമം ടെമ്പറേച്ചർ എത്ര എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനിലയും അതേപോലെ തന്നെ ഒരു ദിവസത്തെ ദൈനിക ശരാശരി ഊഷ്മാവുമാണ് തന്നിട്ടുള്ളത്. നമ്മൾ കണ്ടെത്തേണ്ടത് ഏറ്റവും കുറഞ്ഞ താപനില എത്ര എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതൊരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു പോകാം. ഒരു പ്രദേശത്ത് ഒരു ദിവസം അനുഭവപ്പെടുന്ന കൂടിയ താപനിലയും അതുപോലെ തന്നെ കുറഞ്ഞ താപനിലയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് ആണ് ദൈനിക താപാന്തരം എന്നറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ദൈനിക ശരാശരി താപനില കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഡെയിലി മീൻ ടെമ്പറേച്ചർ കണക്കാക്കുന്നത്, അതായത് ഒരു ദിവസം നമുക്ക് ആവറേജ് എത്രത്തോളം ടെമ്പറേച്ചർ ലഭിക്കുന്നു എന്നുള്ളത് കണക്കാക്കുന്നത് ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനില, അതായത് മാക്സിമം ടെമ്പറേച്ചറും ഏറ്റവും കുറഞ്ഞ താപനില, അതായത് മിനിമം ടെമ്പറേച്ചറും കൂടി കൂട്ടിയതിന് ശേഷം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്, ഡെയിലി മീൻ ടെമ്പറേച്ചർ ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളതിൽ ഒരു ദിവസത്തെ കൂടിയ താപനിലയും ഉണ്ട്, അതുപോലെ തന്നെ ദൈനിക ശരാശരി താപനിലയും ഉണ്ട്. പക്ഷെ നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്, ആ ദിവസത്തെ ഏറ്റവും കുറഞ്ഞ ചൂടാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ കിട്ടിയ ആൻസറിനെ, അതായത് നമുക്ക് ഡെയിലി മെയിൻ ടെമ്പറേച്ചറിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഈ തന്നിട്ടുള്ള ഫോമുല നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ മിനിമം ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടില്ല, മാക്സിമം 26 പ്ലസ് മിനിമം ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ 2 ആണ് ആ ദിവസത്തെ ദൈനിക ശരാശരി താപനില അല്ലെങ്കിൽ ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ 26 പ്ലസ് മിനിമം ടെമ്പറേച്ചർ ബൈ 2 നമുക്ക് 20 ആൻസർ ആയിട്ട് ലഭിക്കണം അല്ലെ. അപ്പോൾ ഇവിടെ നമുക്ക് 20 ആൻസർ ആയിട്ട് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ 14 ആയിരിക്കണം വരേണ്ടത്. ദാറ്റ് മീൻസ് 26 പ്ലസ് 14 എന്ന് പറയുമ്പോൾ 40 വരും. 40/2 എന്ന് പറയുമ്പോഴാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്, 20 ലഭിക്കുന്നത് അല്ലെ. അപ്പോൾ ഇവിടെ 20 ലഭിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം ടെമ്പറേച്ചർ എത്രയായിരിക്കണം, 14 ആയിരിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ ഓൾറെഡി ഡെയിലി മീൻ ടെമ്പറേച്ചർ തന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറഞ്ഞ താപനില അല്ലെങ്കിൽ മിനിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 14 ആണ്. എക്കണോമിക്സിൽ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ഇൻ കേരള എന്ന ഏരിയയിൽ നിന്നും വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ഏതു പരമ്പരാഗത വ്യവസായവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സുരഭി. സുരഭി ഈസ് റിലേറ്റഡ് ടു വിച്ച് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ഇൻ കേരള? ആൻസർ വന്നിട്ട് കരകൗശല വസ്തുക്കളാണ് കേട്ടോ, അതായത് ഹാൻഡിക്രാഫ്റ്റ്സ് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. കേരളത്തില് ഹാൻഡിക്രാഫ്റ്റ്സ് തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ്
ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബ്രാൻഡ് നെയിമാണ് സുരഭി എന്ന് പറയുന്നത്. അപ്പോൾ കരകൗശല തൊഴിലാളികൾക്ക് മികച്ച വിപണിയും അതുപോലെ തന്നെ അർഹമായിട്ടുള്ള വേതനം ഉറപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. ആസ്ഥാനം എറണാകുളത്താണ്. ഇനി നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് പരിശോധിക്കുകയാണെങ്കിൽ കയർ മേഖലയിലെ പ്രധാനമായിട്ടുള്ള സ്ഥാപനമാണ് കയർഫെഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൈത്തറി, അതായത് ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാൻഡെക്സ്, അതുപോലെ തന്നെ ഹാൻഡ് വീവ് തുടങ്ങിയിട്ടുള്ളവയെല്ലാം തന്നെ ഈ മേഖലയിൽ നിന്നുള്ളതാണ്. കാഷ്യൂവിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അല്ലെങ്കിൽ KSCDC നിലകൊള്ളുന്നത്. ഹിസ്റ്ററിയിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് കണ്ടക്ട് ചെയ്ത എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. ഡൽഹിയിൽ നിന്നും ദൗലതാബാദിലേക്ക് തലസ്ഥാനം മാറ്റിയ ഭരണാധികാരി ആരാണെന്നുള്ളതാണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ് ദില്ലിയിൽ നിന്നും മഹാരാഷ്ട്രയിലേക്ക്, അതായത് ദൗലതാബാദിന്റെ പഴയ പേരാണ് ദേവഗിരി, അപ്പോൾ അവിടേക്ക് തലസ്ഥാനം മാറ്റിയത്. ദെൻ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ മാൻ ഓഫ് ഐഡിയാസ് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഡൽഹി സുൽത്താനേറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെത്. അപ്പോൾ വേൾഡ് ഹിസ്റ്ററി പോർഷൻസ് കവർ ചെയ്യുന്ന സമയങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് പോകേണ്ട ഒന്നാണ് സിറ്റികളുടെ ഉദയം. അതായത് പുതിയ സിറ്റികൾ രൂപീകരിക്കുന്നതും മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും ഒക്കെ തന്നെ എപ്പോഴും ക്വസ്റ്റ്യനകത്ത് നമുക്ക് കണ്ടുവരാറുണ്ട്. അപ്പൊ ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഇറ്റാലിയൻ നഗരം ഏതാണെന്നുള്ളതാണ്. വെനീസ്, ലണ്ടൻ, പാരീസ് ആൻഡ് കോൺസ്റ്റാന്റിനോപ്പിൾ തുടങ്ങിയിട്ടുള്ളവയാണ് ഓപ്ഷൻ ആയിട്ടുള്ളത്. അതിൽ കറക്റ്റ് ആൻസർ വന്നിട്ട് വെനീസ് ആണ് കേട്ടോ. ഇറ്റാലിയൻ നഗരം എന്ന് പറയുന്നത് വെനീസ് ആണ്. അപ്പോൾ ഇറ്റലിയിലെ ഒരു പ്രധാനമായിട്ടുള്ള നഗരമാണ് വെനീസ് എന്ന് പറയുന്നത്. ലണ്ടൻ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിന്റെ തലസ്ഥാനമാണ്. ആൻഡ് പാരീസ് എന്ന് പറയുന്നത് ഫ്രാൻസിന്റെ തലസ്ഥാനമാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് മോഡേൺ തുർക്കിയിലെ ഇസ്താംബൂൾ ആണ് കേട്ടോ. അപ്പോൾ ഇറ്റാലിയൻ നഗരം എന്ന് പറയുന്നത് വെനീസ് ആണ്. പൊളിറ്റിക്കൽ സയൻസിൽ നിന്നും ട്രെൻഡിങ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആർട്ടിക്കിൾ 243I എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 243I മായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിക്കുന്നത് വ്യവസ്ഥ ചെയ്യുന്നു. സംസ്ഥാനത്തിനായിട്ട് ഒരു ധനകാര്യ കമ്മീഷൻ സ്ഥാപിക്കുന്നത് വ്യവസ്ഥ ചെയ്യുന്നു. ഗ്രാമസഭയുടെ സംഘടനം, അതുപോലെ തന്നെ ചെയർപേഴ്സൺമാരുടെ ഓഫീസുകളുടെ സംവരണം. ഇതിൽ കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. അതിന്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് പോകാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243I പ്രകാരം സംസ്ഥാന ഗവർണർ ഓരോ 5 വർഷം കൂടുമ്പോഴും ഒരു സംസ്ഥാന ധനകാര്യ കമ്മീഷൻ, അതായത് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ രൂപീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ എന്ന് പറയുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ആർട്ടിക്കിൾ 243Kയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 243Aയിലാണ് ഗ്രാമസഭയുടെ സംഘാടനം പ്രതിപാദിക്കുന്നത്. ഇനി ഓപ്ഷൻ ഡി, അതായത് സംവരണം, അധ്യക്ഷ സ്ഥാനങ്ങളുടെ സംവരണത്തെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 243Dയിലാണ്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 243I പ്രകാരമാണ് ഈ പറഞ്ഞ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ രൂപീകരിക്കണം എന്നുള്ളത് ശുപാർശ ചെയ്യപ്പെടുന്നത്. ഇനി നമുക്ക് ആർട്ടിക്കിൾ 243I ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭരണഘടനയുടെ 9ാം ഭാഗത്ത് പഞ്ചായത്തുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗത്താണ് ഈ ഒരു ആർട്ടിക്കിൾ ഉൾപ്പെടുന്നത്. പഞ്ചായത്തുകളുടെ സാമ്പത്തിക സ്ഥിതി പുനഃപരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഓരോ 5 വർഷം കൂടുമ്പോഴും സംസ്ഥാന ഗവർണർ ഒരു ധനകാര്യ കമ്മീഷനെ, അതായത് ഫിനാൻസ് കമ്മീഷനെ നിയമിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യവസ്ഥ ഈ ആർട്ടിക്കിൾ പ്രകാരം പറയുന്നുണ്ട്. ടാക്സ്, അതുപോലെ തന്നെ തീരുവകൾ, ഇവയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം സംസ്ഥാന ഗവൺമെന്റും അതുപോലെ തന്നെ പഞ്ചായത്തുകളും തമ്മിൽ എങ്ങനെ വിഭജിക്കണമെന്ന് ശുപാർശ ചെയ്യുന്നത് ഈ ഒരു കമ്മീഷനാണ്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഓർത്തു വെക്കാൻ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്
243 ആണ് ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഐ ഇൻകം അഥവാ വരുമാനം എന്ന് ഓർത്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇനി ഈ ഇത്തരത്തിൽ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ആൻസർ ചെയ്യാൻ സാധിക്കും. എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളിൽ 2 വിഭാഗങ്ങളാണ്. നിലവിൽ സർവീസിലുള്ള അധ്യാപകരും ഇനി തൊഴിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് കേട്ടറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ പോകുന്ന വിദ്യാർത്ഥികളും. കേട്ടറ്റ് എക്സാം എഴുതി പുതുതായി ജോലിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കേട്ടറ്റ് എന്ന് പറയുന്നത് വളരെ ആവശ്യമാണ്. കാരണം വരാൻ പോകുന്ന LP UP എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കേട്ടറ്റ് മാൻഡേറ്ററി ആണ്. അതുപോലെ തന്നെ നിലവിൽ സർവീസിലുള്ള അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം കേട്ടറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആവശ്യം മാത്രമല്ല, നിങ്ങളുടെ അത്യാവശ്യമാണ്. സോ അതുകൊണ്ട് ഇത്തവണത്തെ എക്സാം നിങ്ങൾ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത് അത് വിജയിക്കാൻ ശ്രമിക്കുക. നമ്മളുടെ മുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ള സമയത്തെ പ്രയോജനപ്പെടുത്തി നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് പലതരത്തിലുള്ള എക്സ്ക്യൂസുകളുണ്ട്. അതായത് സമയമില്ല, അല്ലെങ്കിൽ ജോലിഭാരം, അങ്ങനെ പലതരത്തിലുള്ള എക്സ്ക്യൂസുകൾ. പക്ഷെ ഇതെല്ലാം മാറ്റി നിർത്തി നിങ്ങൾ പഠിക്കാൻ സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. വളരെ കുറച്ച് സമയമേ ഉള്ളൂ എങ്കിൽ പോലും നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എക്സാം നിങ്ങൾക്ക് വിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.